ആധുനിക കാലത്ത് ഉയർന്നുവരുന്ന ഹൈപ്പർസോണിക് MIRV ഭീഷണികളെ നേരിടുന്നതിനായി DRDO നിർണായകമായ പ്രതിരോധ പദ്ധതിയുടെ 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തെ വ്യോമ പ്രതിരോധ ശേഷിയെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്ന നിർണായക നീക്കവുമായി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ 3-ാം ഘട്ടത്തിലേക്കാണ് DRDO പ്രവേശിച്ചിരിക്കുന്നത്. ഹൈപ്പർസോണിക് ആയുധങ്ങളെയും മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് എന്ന MIRV ഭീഷണികളെയും നേരിടുന്നതിനായി പുതിയ ഇന്റർസെപ്റ്റർ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിലൂടെ DRDO ലക്ഷ്യമിടുന്നത്. പുതിയ ഘട്ടത്തിൽ വികസിപ്പിക്കുക ADAH അഥവാ ആന്റി ഹൈപ്പർസോണിക് സംവിധാനങ്ങളും ADAM അഥവാ ആന്റി MIRV സംവിധാനങ്ങളുമാണ്. ഈ 2 അത്യാധുനിക ഇന്റർസെപ്റ്റർ മിസൈൽ സംവിധാനങ്ങളും അതിവേഗം സാക്ഷാത്കരിക്കാനാണ് DRDO പദ്ധതിയിട്ടിരിക്കുന്നത്. ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്ന അതിവേഗവും സങ്കീർണവുമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാവും വിധമാണ് ഈ അത്യാധുനിക ഇന്റർസെപ്റ്റർ മിസൈൽ സംവിധാനങ്ങൾ സജ്ജീകരിക്കാൻ DRDO തീരുമാനിച്ചിരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദവേഗത്തിന്റെ പല ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുകയും യാത്രാമധ്യേ ദിശ മാറ്റാനും കഴിവുള്ളവയുമാണ്. ഇതുമൂലം നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തിരിച്ചറിയുകയും തടയുകയും ചെയ്യുന്നത് അതീവ ദുഷ്കരമാണ്. ഈ വെല്ലുവിളിയെ നേരിടുന്നതിനായാണ് ADAH സംവിധാനം രൂപകൽപ്പന ചെയ്തത്. അതേസമയം MIRV സാങ്കേതിക വിദ്യയുള്ള മിസൈലുകൾ ഒരു ഘട്ടത്തിൽ പല വാർഹെഡുകളായി വേർപിരിഞ്ഞ് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങും. ഇതുവഴി ഒരേ സമയം നിരവധി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കാൻ കഴിയുന്ന ആക്രമണശേഷി ശത്രുവിന് ലഭിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ വാർഹെഡിനെയും വേർതിരിച്ചു കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ള സംവിധാനമാണ് ADAM. DRDOയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പദ്ധതി അഥവാ BMD പദ്ധതി 3-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് രാജ്യത്തിന്റെ പ്രതിരോധശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും 2-ാം ഘട്ടത്തിൽ ദീർഘദൂര ഭീഷണികളെയും നേരിടാനുള്ള സംവിധാനങ്ങളാണ് രാജ്യം വികസിപ്പിച്ചത്. 3-ാം ഘട്ടത്തോടെ ഹൈപ്പർസോണിക് MIRV പോലുള്ള അത്യാധുനിക ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്ത് അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഹൈപ്പർസോണിക് ആയുധ വികസനത്തിൽ മുന്നേറുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം പ്രതിരോധ രംഗത്ത് നിർണായക മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു. അതിവേഗത്തിൽ ലക്ഷ്യത്തിലെത്തുകയും പാത മാറ്റാൻ കഴിയുകയും ചെയ്യുന്ന ഇത്തരം ആയുധങ്ങൾ തടയുന്നത് നിലവിലെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ മൾട്ടി ലെയേർഡ് മിസൈൽ ഡിഫൻസ് ഷീൽഡ് ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പുതിയ ഇന്റർസെപ്റ്റർ സംവിധാനങ്ങൾ വിജയകരമായി വികസിപ്പിക്കാനായാൽ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടും. വാർത്തയുടെ നിറം തേടി തനിനിറം.